ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും എല്ലാം കാണാറുള്ള ഇതുപോലുള്ള എഫക്ട്സ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 2 ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ഒരു VPN-ഉം രണ്ടാമത്തേത് CapCut എന്ന ഒരു എഡിറ്റിംഗ് ആപ്പുമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു VPN യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഞാനിവിടെ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി ക്വിക്ക് ഫ്രീ VPN എന്നുള്ളൊരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ CapCut എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഞാൻ VPN ഒന്ന് ഓപ്പൺ ആക്കി. VPN ഓപ്പൺ ആക്കിയ ശേഷം ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റി. ഇനി CapCut എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കി. ഇവിടെ വന്ന് ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു. എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ടൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വീഡിയോയിലാണ് ഞാൻ എഫക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി നോക്കി. ഇനി എവിടെ വെച്ചാണോ നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യാൻ ഒരു പോയിന്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഇയാളുടെ ഈ ഫേസ് ഇങ്ങനെ മാറി വരുന്ന ഈ പോയിന്റിൽ വെച്ചാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ വന്നു. ഇനി താഴെ നിന്നും ഇഫക്ട്സ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബോഡി എഫക്റ്റാണ് എടുക്കേണ്ടത്. ബോഡി എഫക്റ്റ് എടുത്തു. ഇതിൽ നിന്നും ഒരുപാട് എഫക്ട്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് സൂപ്പർ പവറിലുള്ള ഒരു എഫക്റ്റാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലൈറ്റ്നിങ് ഐ. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത എഫക്റ്റിൻ്റെ ഒരു വ്യൂ. ആ എഫക്ട്സിലൊന്ന് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്ട്സിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡീഫോൾട്ടായിട്ട് യെല്ലോ ആണ് കിട്ടിയത്. ഇത് ഞാൻ ഗ്രീന്, ബ്ലൂ, നമുക്കിങ്ങനെ ഈ ഓപ്ഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കളറും അതിൻ്റെ കസ്റ്റമൈസേഷൻ എല്ലാം അവൈലബിൾ ആണ്. ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ വീണ്ടും സ്ക്രോൾ ചെയ്ത് അവിടെ ഒരു പോയിന്റിൽ വന്നു. ഇനി നമുക്ക് എഫക്ട്സ് എന്നുള്ള ഐക്കൺ എടുത്തു. അതിൽ നിന്ന് ബോഡി എഫക്റ്റ് എടുത്തു. ഗ്ലോയിങ് ലൈൻ എന്നുള്ള ഒരു സെക്ഷനിൽ നിന്നും മാർക്ക് ഓഫ് ദ ഡെവിൽ എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. അതിലൊരു പ്രിവ്യൂ പ്ലേ ആവുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഉള്ളൊരു വീഡിയോ എഫക്റ്റാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഈ എഫക്ട്സ് തീരുന്ന പോയിന്റിൽ കൊണ്ടുവന്നു. വീണ്ടും ബോഡി എഫക്റ്റിൽ പോയി നമുക്ക് മറ്റൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. ഞാൻ സൂപ്പർ പവേഴ്സിൽ വന്നു. ഇലക്ട്രിക് ഐ എടുത്തു. ഇവിടെയും സെയിം ആണ്. നമുക്ക് ഇലക്ട്രിക് ഐ സെലക്ട് ചെയ്ത് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഐ സെലക്ട് ചെയ്തു, അഡ്ജസ്റ്റ് എടുത്തു. കളേഴ്സ്, റേഞ്ച്, ഇൻറ്റൻസിറ്റി, ഫിൽറ്റർ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിതെല്ലാം നിങ്ങളുടെ വീഡിയോയ്ക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യാം. വീണ്ടും ആ എഫക്ട്സ് എൻഡ് ആവുന്ന പോയിന്റിൽ വന്നു. ബോഡി എഫക്റ്റ് എടുത്തു. സൂപ്പർ പവേഴ്സിൽ തന്നെ ലൈറ്റ്നിങ് എന്നുള്ള എഫക്റ്റ് എടുത്തു. ഫേസിലൊരു മിന്നൽ വരുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ലൈറ്റ്നിങ്ങിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന്. ഇനി ആ ഡെവിൽ എഫക്റ്റ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് ഈ 3 എഫക്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് പ്ലേ ആക്കി നോക്കാം. നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ആഡ് ഓഡിയോ സെലക്ട് ചെയ്തു. സൗണ്ട്സിലെടുത്തു. ഫോണിൽ സേവ് ആയിട്ടുള്ളൊരു ഓഡിയോ സെലക്ട് ചെയ്തു. ഓഡിയോ ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് ഓഡിയോ ഒന്ന് ട്രിം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മുടെ ക്ലിപ്പ് എൻഡ് ആവുന്ന പോയിന്റിൽ വന്നിട്ട് സ്പ്ലിറ്റ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് ടോപ്പിലാക്കി. ഇനി ഒന്ന് പ്രിവ്യൂ പ്ലേ ആക്കി നോക്കാം. When I'm running, I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's ഓഡിയോ ഫയലിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. മ്യൂസിക് നമുക്ക് വേണ്ട പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ ടൈറ്റിൽ അങ്ങ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്
എക്സ്പോർട്ട് ഐക്കൻ്റെ തൊട്ടടുത്തുള്ള ആ റെസൊല്യൂഷൻ കാണിക്കുന്ന ഐക്കണിലൊന്ന് സെലക്ട് ചെയ്തു. 1080p ആണ്, ഫുൾ HD ആണ്, 30 ഫ്രെയിം റേറ്റ്. നമ്മുടെ എക്സ്പോർട്ട് സെറ്റിങ്സ് എല്ലാം ഓക്കെ ആണ്. എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.